ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരെക്കുറിച്ചെങ്കിലുമൊക്കെ ഓർത്ത് കരഞ്ഞ് വിഷമിച്ചൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഇന്നു മുതൽ അതങ്ങ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഹ്രസ്വ യാത്രയാണ്, അല്ലെ? ഒരുപാട് കാലമൊന്നും നമ്മളിവിടെ ജീവിക്കുവാൻ പോകുന്നില്ല. ആ ഒരു ഹ്രസ്വ യാത്ര വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുവാൻ കഴിയും. ഇനിയിപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ നാളെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുവാൻ കഴിയും. എങ്ങനെയെന്നാൽ, നമ്മൾ ഇന്ന് നേരിടുന്ന ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കുള്ള പാഠങ്ങളായിട്ട് മാറും. അപ്പോൾ നാളെ നമുക്ക് ഒരിക്കൽ പറയുവാൻ കഴിയും, അന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചത് ഇന്നെനിക്ക് അനുഗ്രഹമായി മാറി, അല്ലെങ്കിൽ ഇന്നെനിക്ക് എൻ്റെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ നിങ്ങളെ ഏതെങ്കിലും ഒരാൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തേച്ചിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോവുക, അപ്പോൾ അതും പേരെ ജീവിതകാലം മുഴുവൻ നമ്മൾ സഞ്ചരിക്കുവാൻ ഇടവരരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹ്രസ്വ യാത്രയാണ് നമ്മുടെ ജീവിതം. അപ്പം അതൊരു ബസ് യാത്രയായിട്ടൊന്ന് കണക്കാക്കി നോക്കിക്കേ. ഒരു ബസ് യാത്രയിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ടാകും. ഇവരെല്ലാവരും നമ്മൾ എവിടെയാണോ എത്തിച്ചേരുന്നത്, നമ്മുടെ ഡെസ്റ്റിനി എവിടെയാണോ അവിടെ വരെ ഇവരെല്ലാവരും ഉണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ കഴിയില്ല. കുറേ പേരൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ അവർ നമ്മുടെ അടുത്ത് നിന്നും ഇറങ്ങിപ്പോകും. കാരണം അവർക്ക് ഇറങ്ങിപ്പോയേ പറ്റുകയുള്ളൂ. ഇനി ചില ആൾക്കാരെങ്കിലും നമ്മുടെ ഡെസ്റ്റിനി എവിടെയാണോ ആ ഒരു ലക്ഷ്യസ്ഥാനം വരെ നമ്മളോടൊപ്പം ഉണ്ടാകും. അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളെ വിട്ടിട്ട് പോകുന്നവരെ ഓർത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ അത്രയും ദൂരം അവരുണ്ടായിരിക്കണമെന്ന് വാശി പിടിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഇനി അവരെവിടെ ഇറങ്ങുന്നോ അവരുടെ കൂടെ നമുക്ക് ഇറങ്ങി പോകുവാൻ കഴിയില്ല. കാരണം ആ യാത്ര എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ വരെ നമുക്ക് യാത്ര ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുള്ളവരെ നിങ്ങൾക്കും വേണ്ട. ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുക. അതിനുശേഷം ഈ ലോകത്തിൽ നമുക്ക് ചെയ്യുവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെ? ഓരോ സൃഷ്ടിയുടെ പുറകിലും ദൈവത്തിന് തൻ്റെതായിട്ടുള്ള ഒരു ഉദ്ദേശ്യമുണ്ട്. അത് കണ്ടെത്തി അത് സാക്ഷാത്കരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനെല്ലാവർക്കും കഴിയട്ടെ. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അതിജീവിച്ച് കഴിയുമ്പോൾ മറ്റെന്തിനെ നേരിടാനുള്ള കരുത്തും ശക്തിയും ഒക്കെ നമുക്ക് ആർജിക്കുവാൻ കഴിയുന്നതാണ്. അപ്പൊ അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.